ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിൽ ആനകളെ മർദ്ദിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്നും ആർക്കൊക്കെതിരെ നടപടിയെടുത്തെന്നും കോടതി ചോദിച്ചു. ചൊവ്വാഴ്ചയ്ക്കകം ദേവസ്വം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ആനക്കോട്ടയിൽ പാപ്പാന്മാർ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവും കടുത്ത നടപടികളുമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്ന കോടതി ആരാഞ്ഞു. ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ആർക്കെതിരെയൊക്കെ നടപടിയെടുത്തെന്നും കോടതി ചോദിച്ചു. എന്താണ് ആനക്കോട്ടയിൽ നടക്കുന്നതെന്ന അറിവുണ്ടോ എന്നും ഗുരുവായൂർ ദേവസ്വത്തോട് കോടതി ചോദിച്ചു. ആനകളുടെ സംരക്ഷണം സംബന്ധിച്ച എല്ലാവിധ ഉത്തരവുകളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കോടതി ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചു. ഇരുമ്പുതോട്ടി ഉപയോഗിക്കുന്ന പാപ്പാന്മാർക്കെതിരെ കർശന നടപടി വേണം. ആനക്കോട്ടയിൽ CCTV സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചതായും മന്ത്രി K. രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അതേസമയം ആനകൾക്ക് മർദ്ദനമേറ്റ സംഭവവും അതിന്മേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നിവയുമടക്കം ചൊവ്വാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊച്ചി.